സംഗീത സംവിധായകൻ രമേശ് നാരായണനിൽ നിന്ന് പൊതുവേദിയിൽ വെച്ച് അവഹേളനമേൽക്കേണ്ടി വന്നിട്ടും ദേഷ്യമോ സങ്കടമോ പ്രതിഷേധമോ ഒന്നും പ്രകടിപ്പിക്കാതെ അതെല്ലാം ഒരു വിടർന്ന പുഞ്ചിരിയിൽ ഒതുക്കി സോഷ്യൽ മീഡിയയുടെ കയ്യടി വാങ്ങിയ നടൻ ആസിഫ് അലിയുടെ ആ ചിരി പരസ്യമാക്കിയിരിക്കുകയാണ് പോലീസ് കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്ക്. കുട്ടികൾക്കായുള്ള കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്ക് ആയ ചിരിയുടെ പരസ്യത്തിലാണ് ആസിഫ് അലിയുടെ ഈ ചിരി ഫോട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. പോലീസിന്റെ മീഡിയ സെന്ററാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. നേരിടാം ചിരിയോടെ എന്ന പേരിലാണ് ആസിഫ് അലിയുടെ ചിത്രം ചേർത്തിട്ടുള്ളത്. 94 97 90 0200 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ചിരിയിലേക്ക് വിളിക്കാം, ചിരിക്കാം എന്നും ഒപ്പം ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സംഗീത സംവിധായകൻ രമേശ് നാരായണൻ അപമാനിച്ചിട്ടും ആ അപമാനത്തെ മറികടന്നുകൊണ്ടുള്ള ആസിഫ് അലിയുടെ ചിരിയാണ് സോഷ്യൽ മീഡിയയിലെങ്ങും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. സിനിമ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ആസിഫിനോടൊപ്പമുള്ള ചിത്രം പങ്കിട്ട് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. സംഗീതബോധം മാത്രം പോരാ, അല്പം സാമാന്യ ബോധം കൂടി വേണമെന്നാണ് രമേശ് നാരായണനെതിരായ വിമർശനം. അവാർഡ് വീണ്ടും കൊടുക്കാനെത്തിയ സംവിധായകൻ ജയരാജിനെയും സോഷ്യൽ മീഡിയ എയറിലാക്കിയിരിക്കുകയാണ്. ഈ സമയം ആസിഫിന് നേർക്ക് വന്ന് കൈകൊടുത്ത നടി ദുർഗാകൃഷ്ണയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പ്രശംസയും കിട്ടി. MT വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി ചലച്ചിത്രം മനോരഥങ്ങൾ ട്രെയിലർ പുറത്തിറക്കിയ വേദിയിലാണ് സംഭവം. MTയുടെ ജന്മദിനമായ ജൂലൈ 15 കൊച്ചിയിലായിരുന്നു ട്രെയിലർ ലോഞ്ച് നടന്നത്. ആന്തോളജി സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിൽ സംഗീതം നൽകിയത് രമേശ് നാരായണനായിരുന്നു. അദ്ദേഹത്തിന് ചടങ്ങിൽ ഉപഹാരം നൽകാൻ നടൻ ആസിഫ് അലിയെയാണ് ക്ഷണിച്ചത്. എന്നാൽ ആസിഫിന്റെ മുഖത്ത് പോലും നോക്കാതെ ആ ഉപഹാരം ഇടത് കൈകൊണ്ട് വാങ്ങിയ ശേഷം സംവിധായകൻ ജയരാജനെ വിളിച്ച് ആ പുരസ്കാരം ജയരാജന്റെ കയ്യിൽ കൊടുത്ത് അദ്ദേഹത്തിൽ നിന്നും ഏറ്റുവാങ്ങി ഫോട്ടോക്ക് പോസ് ചെയ്യുകയായിരുന്നു രമേശ് നാരായണൻ. വിവാദങ്ങൾക്കൊടുവിൽ തന്നെ പിന്തുണച്ച് സംസാരിക്കുന്നത് മറ്റൊരാൾക്കെതിരെ ആകരുതെന്ന് ആസിഫ് അലി പറഞ്ഞു. രമേശ് നാരായണനും താനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. മനുഷ്യ സഹജമായി സംഘാടകർക്ക് സംഭവിച്ച പിഴവായിരിക്കും. സന്ദർഭത്തിനനുസരിച്ചുള്ള പെരുമാറ്റമാണ് അദ്ദേഹം നടത്തിയത്. തനിക്കൊരു വിഷമവുമില്ല. എന്തെങ്കിലും പിരിമുറക്കത്തിന്റെ പേരിലായിരിക്കാം അദ്ദേഹം അങ്ങനെ പെരുമാറിയിട്ടുണ്ടാവുക. രമേശ് നാരായണനുമായി ഇന്ന് ഫോണിൽ സംസാരിച്ചു. നേരിട്ട് കാണണമെന്ന് രമേശ് നാരായണൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം തന്നോട് മാപ്പ് പറയുന്ന അവസ്ഥ വരെ കൊണ്ടെത്തിച്ചു. അതിൽ തനിക്ക് വിഷമമുണ്ട് എന്നും ആസിഫ് അലി പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് ട്രൂത്ത് ലൈവ്.